എല്ലാ മലയാളികൾക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് വിഷു അല്ലേ? ഒരു വർഷത്തെ മുഴുവൻ ഫലവും നമ്മൾ കാണുന്ന വിഷുക്കണിയെ ആശ്രയിച്ചിരിക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ കണി ഒരുക്കുമ്പോഴും കാണുമ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിഷുക്കണി കാണാൻ ഏറ്റവും ഉത്തമമായ സമയം ഏതാണ്? ഐശ്വര്യം വരാൻ ശരിയായ രീതിയിൽ എങ്ങനെ കണി ഒരുക്കാം? അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കണി കണ്ടു കഴിഞ്ഞാൽ അത് അപ്പോൾ എങ്ങനെ എടുത്തു മാറ്റണമെന്ന്. വിഷുക്കണിയെക്കുറിച്ചിട്ട് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വിഷു കൈനീട്ടം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് വിഷു കൈനീട്ടം കൊടുക്കുന്നതിനൊരു രീതിയുണ്ട്. പണ്ട് കാലങ്ങൾ മുതലേ ആചരിച്ചു വന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ വിഷു കൈനീട്ടം കൊടുത്ത് കണി കാണുകയാണെങ്കിൽ അത്രയേറെ ഐശ്വര്യം വരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. പരമ്പരാഗതവും ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു വിഷുക്കണി എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. കണി ഒരുക്കാനുള്ള സ്ഥലം ആദ്യം തന്നെ നമ്മൾ തുടച്ച് വൃത്തിയാക്കണം കേട്ടോ. വീടും പരിസരവും തലേ ദിവസം തന്നെ വൃത്തിയാക്കുക. പിന്നെ വെറും നിലത്ത് കണി ഒരുക്കാൻ പാടില്ല. പായയോ മുണ്ടോ കഴുകി വൃത്തിയാക്കി ഏതെങ്കിലും ഒരു തുണിയോ വിരിച്ച് കണി വയ്ക്കാവുന്നതാണ്. ആദ്യം വിഷുക്കണി വയ്ക്കാനായിട്ട് ഒരു പായ വിരിച്ച് അതിന് മുകളിലായിട്ട് അലക്കി ഉണക്കി തേച്ച ഒരു കസവ് മുണ്ട് വിരിക്കാം. പിന്നെ കണി ഒരുക്കുമ്പോൾ ആരംഭിക്കുന്നത് ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ നിന്നാണ്. ആദ്യം ഒരു പീഠം വെച്ച് അതിന് മുകളിൽ ഒരു മഞ്ഞപ്പട്ട് വിരിച്ച് ശ്രീകൃഷ്ണ വിഗ്രഹം വെച്ച് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ അതിന് മുന്നേ തന്നെ പൂജാമുറിയെല്ലാം വൃത്തിയാക്കണം കേട്ടോ. അതിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പൂജാമുറിയിലൊക്കെ വൃത്തിയാക്കിയിട്ട് പൂജാമുറിയിലുണ്ടായിരുന്ന പഴയ പുഷ്പാഞ്ജലികൾ പിന്നെ അതുപോലെ പഴയ ഭഗവാന്റെ മഞ്ഞപ്പട്ടൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റി പുതിയത് തന്നെ വെക്കാൻ നോക്കണം. അതുപോലെ നല്ല മഞ്ഞപ്പട്ടൊക്കെ വിരിച്ച് ശ്രീകൃഷ്ണ വിഗ്രഹം വെച്ച് കൊടുക്കാവുന്നതാണ്. ശ്രീകൃഷ്ണ വിഗ്രഹത്തിൻ്റെ ദർശനം എപ്പോഴും പടിഞ്ഞാറോട്ടാകുന്നതാണ് ഏറ്റവും ഉത്തമം. അതായത് ഭഗവാന്റെ ദർശനം പടിഞ്ഞാറോട്ടും നമ്മൾ കണി കാണാനായിട്ട് ഫേസ് ചെയ്ത് നിൽക്കേണ്ടത് എങ്ങോട്ടാണ്? കിഴക്കോട്ടും ആകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വിഗ്രഹം വെച്ചതിന് ശേഷം നമ്മൾ കണ്ണനെ അണിയിച്ചൊരുക്കേണ്ടതാണ് കേട്ടോ. ഭഗവാനെ മഞ്ഞപ്പെട്ടൊക്കെ ആദ്യം ഉടുപ്പിക്കണം. പിന്നെ മയിൽപ്പീലി ചൂടിക്കാം. എന്തെങ്കിലും സ്വർണ്ണാഭരണങ്ങളൊക്കെ ഭഗവാനെ അണിയിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ അണിച്ച് നമുക്ക് ഭംഗിയായിട്ട് നമ്മുടെ കണ്ണനെ ഒരുക്കാവുന്നതാണ്. പിന്നെ കണ്ണന് തുളസിമാലയോ തുളസി പൂവും ചെത്തിപ്പൂവൊക്കെ ചേർത്തിട്ടുള്ള മാലയോ ഒക്കെ ഒന്ന് ചാർത്തി കൊടുക്കണം. നല്ലത് അത് നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല മാലകളൊക്കെ ചാർത്തി നല്ല ഭഗവാനെ നല്ല ഭംഗിയായിട്ട് ഒരുക്കണം. ഇനി ഭഗവാന് കണി വയ്ക്കാനും എന്തെങ്കിലും ഉരുളിയോ പാത്രമാണ് വെക്കേണ്ടത്. അപ്പോൾ ഉരുളിയാണ് നമ്മൾ കണ്ണനെ കണി വയ്ക്കുമ്പോൾ ഏറ്റവും നല്ലത്. അപ്പോൾ ഉരുളി ഇല്ലാത്തവർ നമുക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു പാത്രം നല്ല രീതിയിൽ കഴുകി നല്ല വൃത്തിയായിട്ട് എടുക്കുക. അപ്പോൾ ഓരോ വസ്തുക്കളും അതിനകത്തേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ശരിക്കും നമ്മൾ ഉരുളി പ്രപഞ്ചത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കണി വയ്ക്കുന്ന എല്ലാം ഉരുളിയിൽ തന്നെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഉരുളി കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഉരുളി അതിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. ഉരുളി വെച്ചതിന് ശേഷം നമുക്ക് ഉണക്കലരിയും നെല്ലും ഇടകലർന്ന് ഉരുളിയുടെ പകുതിയോളം നിറച്ച് വെക്കുക കേട്ടോ. ഇനി ഭഗവാന് മുന്നിലായിട്ട് ഉരുളിയിൽ നല്ലൊരു സ്വർണ്ണ നിറമുള്ള കണിവെള്ളരി വെച്ച് കൊടുക്കണം. നല്ല ഭംഗിയുള്ളതാണ്. കാരണം കണിവെള്ളരിയിൽ ചെറിയ പാടോ കുത്തോ ഒന്നും പാടില്ല. നല്ല ഭംഗിയായിട്ട് നമ്മൾ ഭഗവാനാണെന്നുള്ള രീതിയിലാണ് അതിനകത്തേക്ക് കണിവെള്ളരി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ രൂപമൊക്കെ നമുക്കൊരു ഭംഗിയായിട്ടൊക്കെ വരച്ച് കൊടുത്തിട്ട് വെക്കാം. നല്ലൊരു ഭഗവാന്റെ രൂപത്തിൽ ഒരു ഉണ്ണിക്കണ്ണനായിട്ട് കണിവെള്ളരിയിൽ കണ്ണും മൂക്കൊക്കെ വരച്ച് കമ്മലൊക്കെ ഇടിയിക്കുന്ന നല്ല ഭംഗിയായിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെയും ചെയ്യാം. പിന്നെ വെക്കേണ്ടത് നാളികേരമാണ് കേട്ടോ. നാളികേരം നമ്മൾ മുഴുവനായിട്ട് വെക്കാൻ പാടില്ല. പൊട്ടിച്ച് രണ്ടായിട്ട് വെക്കാം. കാരണം വെക്കുമ്പോൾ നാളികേരം മാത്രമാണ് പകുതിയായിട്ട് വെക്കുന്നത്. ബാക്കി എല്ലാ ഫലങ്ങളും പച്ചക്കറികളൊക്കെ നമ്മൾ മുറിക്കാതെ മുഴുവനായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെക്കുന്ന സമയത്ത് നമ്മൾ ചക്ക മാങ്ങ കദളിപ്പഴമൊക്കെ വെക്കാറുണ്ടല്ലോ. അതിൽ ചക്ക നമ്മൾ ഗണപതിയെ ഭഗവാനും മാങ്ങ മുരുക ഭഗവാനുമാണ് സമർപ്പിക്കേണ്ടത്. കദളിപ്പഴം ശ്രീകൃഷ്ണസ്വാമിക്കും നിവേദ്യമായിട്ടാണ് വെക്കുന്നത്. ഇനി കണിക്കൊന്നയാണ് ഉരുളിയിലേക്ക് വെക്കേണ്ടത്. പിന്നെ വാൽക്കണ്ണാടിയാണ് വെച്ച് കൊടുക്കേണ്ടത്. വാൽക്കണ്ണാടിക്ക് ഭഗവതിയുടെ സ്ഥാനമാണ് കേട്ടോ. അപ്പോൾ കണി കാണുന്ന സമയത്ത് നമ്മെ കൂടി ചേർത്ത് നമ്മൾ കാണുന്നത് വഴി നമുക്ക് ഈശ്വരൻ നമ്മളിൽ വസിക്കുന്ന എന്നൊരു ഉദ്ദേശമാണ് വാൽക്കണ്ണാടി വെക്കുന്നതിലൂടെ നമ്മൾ കരുതി പോകുന്നത്. അതുകൊണ്ട് വാൽക്കണ്ണാടി വെക്കുമ്പോൾ നമ്മുടെ മുഖം ദർശിക്കുന്നത് നല്ലതാണ്. പിന്നെ അടുത്തായിട്ട് വെക്കുന്നത് തിരുവടയാടയാണ്. വാൽക്കണ്ണാടിയുടെ പിന്നിലായിട്ടാണ് നമ്മൾ ഉടയാട വെക്കുന്നത് കേട്ടോ. ഭഗവതിക്ക് വസ്ത്രം ധരിക്കുക എന്നൊരു ഉദ്ദേശമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് വിഷു കണിയൊക്കെ ഒരുക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പല വിധത്തിലുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചൊക്കെ കൊടുക്കാം. എന്തൊക്കെയാണ് വെക്കാൻ പറ്റുക അഷ്ടമംഗലത്തട്ടൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ നമ്മൾ ഗ്രന്ഥം വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഭാഗവത്ഗീതയോ അല്ലെങ്കിൽ രാമായണമോ ദേവി മഹാത്മ്യമോ എന്ത് വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ അലക്കി തേച്ച ഒരു വസ്ത്രം അല്ലെങ്കിൽ കോടിമുണ്ടൊക്കെ വെക്കാം. ചിലർ കോടിമുണ്ട് വെക്കാറുണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ പകരം അലക്കി തേച്ച മുണ്ടാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒരു തലയുടെ മുകളിൽ അലക്കി തേച്ച വസ്ത്രം വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് വെറ്റിലയും അടയ്ക്കയും വെച്ച് കൊടുക്കണം. വെറ്റിലയുടെ മുകളിലായിട്ട് നോട്ടും നാണയങ്ങളും വെച്ച് കൊടുക്കുക.
പിന്നെ സ്വർണവും പിന്നെ കൺമഷിയും കുങ്കുമച്ചേപ്പൊക്കെ വെച്ച് കൊടുക്കുന്നതും നല്ലതാണ്. കണി വയ്ക്കുന്ന സമയത്ത് നമുക്ക് പലതരം പച്ചക്കറികളുടെ വിത്തുകളൊക്കെ നമുക്ക് കണിയിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കേട്ടോ. ഇനി ഒരു പീഠം വെച്ച് നിലവിളക്ക് വെച്ച് കൊടുക്കണം. ഈ നിലവിളക്കിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതുപോലെ നെയ്യാണ് നമുക്ക് ഒഴിച്ച് കത്തിക്കാൻ പറ്റുമെങ്കിൽ അത്രയേറെ നല്ലതാണ്. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാം. പിന്നെ 5 തിരിയിട്ട വിളക്കാണ് കത്തിക്കേണ്ടത്. അതുപോലെ ഉരുളിയിൽ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിലേക്ക് ഒരു കിഴി കെട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ചില സ്ഥലങ്ങളിൽ നാളികേരത്തിൻ്റെ ഉള്ളിൽ നാണയത്തൊട്ടുകളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ അത് പലയിടത്തും പല രീതിയാണ് കേട്ടോ. പിന്നെ ചന്ദനത്തിരി വെച്ച് കൊടുക്കാം. പിന്നെ കിണ്ടിയിൽ മുഴുവനായിട്ട് ജലം നിറച്ചിട്ട് അതിനകത്തേക്ക് വെള്ള പുഷ്പങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അത് തൊട്ട് നമ്മൾ കണ്ണി തൊട്ടിട്ടാണ് കണി കാണേണ്ടത്. തലേ ദിവസം അമ്മമാർ രാത്രി 12 മണിക്കുള്ളിൽ തന്നെ കണി ഒരുക്കി വെച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങിയിട്ട് അതിരാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേറ്റിട്ട് പല്ലും ബ്രഷും ഒന്നും ചെയ്യേണ്ട, കുളിക്കുകയും വേണ്ട. നിങ്ങൾ ഇതുപോലെ ഈ കിണ്ടിയിൽ നിന്നുള്ള വെള്ളം എടുത്തൊന്ന് ജസ്റ്റ് മേത്ത് തളിച്ചിട്ട് കണ്ണിലും തൊട്ടിട്ട് വേണം ആദ്യത്തെ ആൾ തിരി കൊളുത്താനായിട്ട്. പിന്നെ വരുന്നവർക്ക് നമ്മുടെ കണ്ണി തൊട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ വെള്ളം കണ്ണി തൊട്ട് കൊടുത്തിട്ട് കണി കാണാനായിട്ട് പറയണം. ഇതൊക്കെയാണ് പരമ്പരാഗതമായിട്ട് കണി കാണാനായിട്ട് ഉപയോഗിക്കുന്ന രീതി. നമ്മുടെ ഇഷ്ടപ്രകാരം വിഷുക്കണി കൂടുതൽ മനോഹരമാക്കാനായിട്ട് ശ്രമിക്കുക. ഉണ്ണിക്കണി ഇഷ്ടപ്പെട്ട വെണ്ണ വെച്ചൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ കുന്നിക്കുരുവും ഉണ്ണിയപ്പവും ഒക്കെ നമുക്ക് ഉണ്ടാക്കി ഭഗവാനെ നേദിക്കാം. എപ്പോഴും വിഷുക്കണി ഇരുന്ന് വേണം കണി കാണാനായിട്ട്. അപ്പോൾ വളരെ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ളൊരു വിഷുക്കണി നമുക്ക് തയ്യാറാക്കാം. എഴുന്നേറ്റ് ഉടനെ തന്നെ കണി കാണണം എന്നല്ലാതെ അതിൻ്റെ കൃത്യമായിട്ടുള്ള സമയം പലർക്കും അറിയില്ല. യഥാർത്ഥത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിലാണ് നമ്മൾ കണി കാണേണ്ടത്. അതായത് ബ്രഹ്മാവിൻ്റെ സമയം 48 മിനിറ്റ് ദൈർഘ്യമുള്ളതാണ് ബ്രഹ്മമുഹൂർത്തം. ഇത്തവണ അതായത് ഏപ്രിൽ 15 പുലർച്ചെ 4:42-നും 5:30-നും ഇടയിലുള്ള ബ്രഹ്മമുഹൂർത്തത്തിലാണ് കണി കാണാനായിട്ട് ഏറ്റവും ഉത്തമം. ഈ സമയത്ത് തന്നെ എല്ലാവരും കണി കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ വിഷുവിന് നമ്മൾ കണി കാണിക്കുന്നത് വീട്ടിലത് മുതിർന്ന ഒരു സ്ത്രീ ആയിരിക്കുമല്ലോ. ആദ്യം നേരിട്ട് വന്ന് വിഷുക്കണി കണ്ടതിന് ശേഷം വീട്ടിൽ ഓരോരുത്തരെയായിട്ട് കണി കാണിക്കുകയാണ് പതിവ്. പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. വിഷുവിന് പണ്ട് കാലത്തൊക്കെ കണി കണ്ടതിനും ഒരു ഓർഡറൊക്കെ ഉണ്ടായിരുന്നു. അതായത് വീട്ടിലെ മുതിർന്ന സ്ത്രീ വന്ന് കണി കണ്ടതിന് ശേഷം തൊട്ടടുത്ത ഒരു മുതിർന്ന ആളെ കൊണ്ടുവന്നു. അങ്ങനെ മുതിർന്നവരിൽ പോയി ലാസ്റ്റ് കുട്ടികളിലേക്കാണ് പതിവ്. പിന്നെ വീട്ടിൽ വിഷുക്കണി ഒരുക്കിയതിന് ശേഷം കുട്ടികൾക്ക് മുന്നിലായിട്ടൊരു തടുക്കയോ പായയോ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഓരോരുത്തരായിട്ട് ആ പലകയിലോ തടുക്കയിലോ ഇരുത്തിയിട്ട് ഓരോരുത്തരായിട്ടാണ് നമ്മൾ വിഷുക്കണി കാണിച്ചുകൊണ്ടിരുന്നത്. ആരാണോ വിഷുക്കണി കാണിക്കുന്ന ആ വീട്ടിലെ സ്ത്രീ വന്ന് കിണ്ടിയിലെ ആ വെള്ള പുഷ്പമൊക്കെ ഇട്ടിരുന്ന ആ വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം കണ്ണിൽ തൊട്ട് കൊടുത്തതിന് ശേഷം അവരോട് കണി കാണാനായിട്ട് പറയും. ഇനി കണി കാണാനായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തി കണ്ണ് തുറന്ന് ആദ്യം കാണുന്നത് ശ്രീകൃഷ്ണ വിഗ്രഹത്തെയാണ്. ശേഷം കിണ്ടിയിലെ ഓരോ വസ്തുക്കളെല്ലാം നോക്കി ഓരോന്നായിട്ട് കാണും. അങ്ങനെ കുട്ടികളെ കണി കാണിക്കുമ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം, വെറ്റിലയിലും നാണയത്തിലും ഭഗവാനെയൊക്കെ നല്ല രീതിയിൽ കണിക്കൊന്നയൊക്കെ നല്ല രീതിയിൽ നോക്കണമെന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇത് പതിവായിട്ട് ഇങ്ങനെ കാണും. കുടുംബങ്ങളെല്ലാവരും കൂടി കണ്ടതിന് ശേഷം വീട്ടിലെ മുതിർന്ന സ്ത്രീ വിഷു കൈനീട്ടമൊക്കെ കൈമാറും. വെറ്റിലയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ വിഷു കൈനീട്ടം കൈമാറേണ്ടത്. ഈ വെറ്റിലയിൽ നമ്മൾ 5 ഐറ്റം ഉണ്ടാവും. അതായത് അടയ്ക്ക, വെറ്റില, നാണയങ്ങൾ, കൊന്നപ്പൂവ്, കുറച്ച് എന്തെങ്കിലും സ്വർണത്തിൻ്റെ ഒരു അംശം. ഇനി ഓരോരുത്തർക്കായിട്ട് ആ വിഷു കൈനീട്ടം കൊടുക്കും. ആ കിട്ടുന്ന ആളത് തുറന്ന് നോക്കി അതിൽ 5 വസ്തുക്കളും കണ്ണും മനസ്സും നോക്കി അതിന് ശേഷം വിഷു കൈനീട്ടം തിരിച്ച് അവിടെ നിന്നാണോ എടുത്തത് അവിടെ തന്നെ തിരിച്ചു വയ്ക്കും. തന്ന ആൾക്കൊരിക്കലും നമ്മൾ വിഷു കൈനീട്ടം തിരിച്ചു കൊടുക്കരുത്. അത് ഐശ്വര്യക്കേടാണ്. തുടർന്ന് മുതിർന്ന സ്ത്രീ അടുത്ത ആളെ വിളിച്ച് വിഷു കൈനീട്ടം കൈമാറേണ്ടതാണ്. എല്ലാ കുടുംബങ്ങളും കൈനീട്ടം വാങ്ങിയതിന് ശേഷം ആ കൈനീട്ടം വീട്ടിലെ മുതിർന്ന സ്ത്രീ ഒന്ന് താഴോട്ട് കുടയും. അപ്പോൾ ആ സമയത്ത് കൈനീട്ടത്തിലെ കൂട്ടിലെ എല്ലാ ഐറ്റംസും താഴോട്ട് വീഴുന്നതാണ്. ആ വീണതിൽ നിന്ന് ₹1 കോയിൻ എടുത്തിട്ട് നമ്മളൊന്ന് നോക്കുക. ഇനി ₹1 നാണയത്തിൻ്റെ ഹെഡ് പോർഷനാണ് വീണതെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് വരുന്ന വർഷം നല്ല സമാധാനവും ശാന്തിയും ഐശ്വര്യമായിരിക്കും എന്നാണ് പറയുന്നത്. അതല്ല ടെയിൽ പോർഷനാണെന്നെങ്കിൽ നിങ്ങൾക്ക് വരുന്ന വർഷം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുമെന്നും പറയുന്നു. ഇതൊക്കെ പണ്ട് കാലത്ത് എല്ലാവരും ആചരിച്ചു വന്ന ഒരു കാര്യങ്ങളാണ് കേട്ടോ. ശേഷം എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുക്കാവുന്നതാണ്. ഇഷ്ടമുള്ള സംഖ്യ കൊടുക്കാവുന്നതാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഒരു ₹1 നാണയം കൂടി നിങ്ങൾ വെച്ച് കൊടുക്കണം. അതിനുശേഷം വീട്ടിലെ മുതിർന്ന സ്ത്രീ വീടിൻ്റെ മുൻവശത്ത് ഇറങ്ങി പക്ഷി മൃഗാദികളെയും വളർത്തു മൃഗങ്ങളെയും കാണിച്ചതിന് ശേഷം മാത്രം കണി യഥാസ്ഥാനത്ത് കൊണ്ട് തിരിച്ചു വെക്കണം. അപ്പോൾ നമ്മൾ കണി കാണേണ്ട കാര്യങ്ങൾ പറഞ്ഞു. കണി എന്നാണ് എടുത്തു മാറ്റേണ്ടതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. വിഷു കഴിഞ്ഞ് 3-ാമത്തെ ദിവസമാണ് കണി മാറ്റേണ്ടത്. വിഷുവിൻ്റെ ദിവസം തന്നെ ഇതിലിരിക്കുന്ന ഫലമൂലാദികളും പച്ചക്കറികളും എടുത്തു മാറ്റാം. ഇതിൽ വെക്കേണ്ടത് കണിവെള്ളരി, ഭഗവാന്റെ വിഗ്രഹം, കണിക്കൊന്ന എല്ലാം അവിടെ തന്നെ കീപ്പ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ 3-ാമത്തെ ദിവസം എടുത്തു മാറ്റേണ്ടത്. കണി മാറ്റേണ്ട 3-ാമത്തെ ദിവസം ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആണെങ്കിൽ ഈ ദിവസങ്ങളൊന്നും കണി മാറ്റാൻ പാടില്ല.
അപ്പോൾ മറ്റുള്ള ദിവസങ്ങളിൽ നമുക്ക് കണി എടുത്ത് മാറ്റാവുന്നതാണ്. ചൊവ്വയും വെള്ളിയാണ് നമ്മൾ മൂന്നാമത്തെ ദിവസം വരുന്നതെങ്കിൽ ആ ദിവസങ്ങളിൽ കണി എടുത്ത് മാറ്റരുത്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും പല രീതിയാണ് കേട്ടോ കണി ഒരുക്കേണ്ടത്. അപ്പോൾ ഇത്തവണത്തെ വിഷു പരമ്പരാഗത രീതിയിൽ ഭയങ്കര ഐശ്വര്യമായിട്ട് തന്നെ നല്ല രീതിയിൽ മനോഹരമായിട്ട് നമുക്ക് വിഷുക്കണി ഒരുക്കാം. കണ്ണും മനസ്സും നിറഞ്ഞ് കണി കാണുക. എല്ലാവർക്കും സന്തോഷവും ആരോഗ്യമുള്ള വിഷു ആശംസിക്കുന്നു.